ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വണ്ടിയിൽ കാണിച്ചു തരാം. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സെക്കൻഡ് വണ്ടിയൊക്കെ എടുക്കാനൊക്കെ നമ്മുടെ കൂട്ടുകാർ പോകുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെയാണ്. അപ്പം നിങ്ങൾ കൂടെ ചെല്ലുമ്പം വണ്ടിയിൽ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്ന വണ്ടി നമ്മുടെ FC ആണ്, എമഗാഡ് FC ആദ്യത്തെ മോഡലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വണ്ടി ഏതാണെങ്കിലും അതിൻ്റെ ചുറ്റും ഒന്ന് തപ്പിത്തടഞ്ഞൊന്ന് നടക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടിയെ സ്ക്രാച്ചോ കാര്യങ്ങളോ എന്താ പൊട്ടലോ ചീറ്റലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെയുള്ള ഈ ഇത്തിരി പാർട്സൊക്കെ ഒന്ന് തട്ടിയൊക്കെ നോക്കുക, ഇടക്കൊണ്ടൊന്ന് അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ഒന്നും പറയുന്നില്ല. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ മൂന്നാമത്തെ പറഞ്ഞാൽ ചിലപ്പോൾ എണ്ണം തെറ്റിപ്പോയിരിക്കും. അപ്പം നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ എൻജിൻ ഭാഗമാണ്. എൻജിൻ ഭാഗം നമ്മൾ അത്യാവശ്യം നോക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. വണ്ടിക്ക് ലീക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ കാണും, അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വേറെ കാര്യങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരാളുടെ അടുത്തുനിന്ന് വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളിയെ വിളിച്ചിട്ട് പറയണം, ചേട്ടാ ഞാനൊരു 9 മണിയാകുമ്പോൾ അവിടെ സ്ഥലത്ത് എത്തിയിരിക്കും വണ്ടി കാണാനും. അപ്പോൾ പുള്ളി ആ ഒരു കണക്ക് കൂട്ടലിൽ വണ്ടി കഴുകി മിനുക്കി സെറ്റാക്കി അങ്ങ് വെച്ചിരിക്കും. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേന് വണ്ടിയുടെ ഓലിക്കും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ 9 മണി എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് അങ്ങ് ചെല്ലണം. അപ്പോഴത്തേന് വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യുന്നിടത്തോടെ ലീക്കാകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാകാം നമ്മുടെ വണ്ടിയുടെ ലീക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പം നമ്മളെ ഈ FC-യുടെ ആണ് എടുക്കുന്നതെങ്കിൽ ഹെഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണ് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ ഓയിൽ നട്ടിൻ്റെ ഭാഗത്തുനിന്നും ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നല്ല പണി കിട്ടാൻ ഒരു ചാൻസ് ഉള്ള കാര്യം തന്നെയാണ് ഈ നട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളത് മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കുക. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കണം. നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ട് വണ്ടിയുടെ എൻജിൻ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഒന്ന് നോക്കി നിൽക്കുക. അപ്പം ടിക് ടിക് നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപശബ്ദം കേൾക്കുവാണെങ്കിൽ വണ്ടിക്ക് എൻജിൻ പണി കാര്യങ്ങളൊക്കെ ആയെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ടൈം ചെയിൻ ആയിരിക്കാം, പക്ഷേ എൻജിൻ പണി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സൗണ്ട് വ്യത്യാസം വരുവാണെങ്കിൽ. പിന്നെ നമ്മൾ നോക്കേണ്ട വണ്ടി ഒന്ന് ആക്സിലേറ്റർ ഒന്ന് തിരിച്ച് നോക്കുക. അപ്പം നമ്മുടെ എക്സോസ്റ്റിൽ നിന്ന് എന്താ പറയുക പുകയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതും എൻജിൻ പണിക്ക് ഒരു സാധ്യതയാണ്. വെള്ളപ്പുക വരുവാണെങ്കിൽ വണ്ടിക്ക് എൻജിൻ പണിയാന്ന് നമ്മൾ ഉറപ്പിച്ചേക്കണം. വണ്ടി എടുക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് വണ്ടിയുടെ സസ്പെൻഷൻ നോക്കാം. ഫ്രണ്ടിലെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. നമ്മുടെ FC-യിൽ ബാക്കി വരുന്ന മോണോഷോക്കാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ കാണാം ഒരു ഓയിൽ സീൽ, ഒരു ബ്ലാക്ക് നിറത്തിൽ. അതിലെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കണം. അപ്പം ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനൊക്കെ നല്ല പൈസ ആകുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാം, നമ്മുടെ സ്റ്റമ്പിൻ്റെ ഏറ്റവും മണ്ടയിലായിട്ട് ഒരു റൗണ്ടിൽ ഓയിൽ കാര്യങ്ങളൊക്കെ വന്നേക്കും. അപ്പോഴേ ഈ ഓയിൽ സീൽ പോയതാണെന്ന് ഉറപ്പിച്ചോണം. ഓയിൽ സീൽ മാറുന്നതിന് അത്ര പൈസ ഒന്നുമില്ല, പക്ഷേ സ്റ്റമ്പിന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മൊത്തത്തോടെ മാറേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് പുറകിലെ നോക്കാം. പുറകിലത്തെ മോണോഷോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. നമ്മുടെ ഈ FC മോഡലിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നേക്കുന്നത് ഈ ഷോക്ക് അബ്സോർബറിനാണ്. കാരണം അത് പെട്ടെന്ന് പോവും. എന്താ പറയുക, നിങ്ങൾ എടുക്കുന്ന വണ്ടി ഏതാണെങ്കിൽ അവത്തേൽ നിങ്ങൾ കൂടെ കൊണ്ടുവന്ന ആളെ ഒന്ന് വെച്ചുകൊണ്ട് പോയിട്ട് ഒരു ബമ്പോ അല്ലെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോഴത്തേന് ചെന്നിങ്ങനെ ഇടിക്കുന്ന പോലത്തെയൊക്കെ തോന്നുവാണെങ്കിൽ അതിൻ്റെ പണി തീർന്നെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ എന്താ നല്ല ചാട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വലിയ കുഴപ്പമില്ല, അങ്ങനെ ഉറപ്പിക്കുക. നമുക്ക് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം പുറകെ വരുന്ന ഡ്രം ബ്രേക്കാണ്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഒന്ന് ആദ്യം ഇവിടെ പിടിച്ച് നോക്കുക. നമ്മുടെ ഹാൻഡിലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ അവിടെ വരെ വന്ന് മുട്ടുന്നുണ്ടെങ്കിൽ ബ്രേക്ക് കാര്യങ്ങളൊക്കെ പോയതാണ്, അല്ലെങ്കിൽ എന്താ എയർ കാര്യങ്ങളൊക്കെ പോയതാണ്. നമ്മൾ അവിടെ മാറേണ്ടതായിട്ട് വരും. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബോക്സ് പോലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വേറെ മേടിച്ച് വെക്കേണ്ടതൊക്കെ വരും. പിന്നെ നമ്മുടെ ഡിസ്കിൽ കൈ കൊണ്ട് ചുമ്മാ ഒന്ന് മേളിലോട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൈ ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക. അപ്പോഴത്തേന് ഡിസ്കിന് സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ പാടില്ലാതെ, അതായത് വണ്ടിക്ക് ഡിസ്ക് പാടില്ലാതെ വണ്ടി കുറേ ഓടിച്ച് ഡിസ്കിൻ്റെ പണി തീർത്തുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ക് മാറാനൊക്കെ ഒരു 3000 രൂപ ആ ഒരു റേഞ്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടുന്നതാണ്. ബൈക്കിൽ അതേ പ്രശ്നം തന്നെയുണ്ട്. ഡ്രം ബ്രേക്ക് ആയതുകൊണ്ട് ആ അകത്തെ പാടും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് അതിനകത്ത് ചിലപ്പോൾ ആ ഒരു കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരി അല്ല പൊടി തരിയോ അങ്ങനെ എന്തെങ്കിലും കയറി ഇരുന്നിട്ട് അതിൻ്റെ അകത്തെ സ്ക്രാച്ച് വീഴാൻ തുടങ്ങും. അങ്ങനെ വീഴുവാണെങ്കിൽ നമ്മുടെ വീലഴിച്ച് അകം ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അതും നല്ലൊരു പണിയായിട്ട് വരുന്നതാണ്. ഇത് നമ്മളടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പരും എൻജിൻ നമ്പരും.
അപ്പോൾ നമ്മുടെ ഒരുമാതിരിപ്പെട്ട ബൈക്കിൻ്റെയൊക്കെ ചേസ് നമ്പർ വരുന്നത് ഈ ഹാൻഡിലിൻ്റെ ഈ സൈഡിലായിട്ടാണ്. അത് നമുക്ക് നോക്കുമ്പോഴേ കാണാം. നമ്മുടെ അവരുടെ നിന്ന് വണ്ടിയുടെ ബുക്കും പേപ്പറും കോപ്പിയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത് നോക്കുക. പിന്നെ ഈ FC-യുടെ ഒക്കെ ആണെങ്കിൽ എൻജിൻ നമ്പർ വരുന്ന ഇപ്പുറത്തെ സൈഡിലാണ്. ഓരോ ബൈക്കിൻ്റെ ഓരോ സ്ഥലത്ത് പല സ്ഥലത്ത് അത് നിങ്ങൾ തപ്പിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ജിക്സറോ അങ്ങനെയുള്ള മോഡലിൻ്റെയൊക്കെയാണ് ഈ ഒരു അകത്ത് ആ ഒരു ഭാഗത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലാണ്. അത് രണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഹാൻഡിലിന് ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ചേസിന് ബെൻഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ നേരെ കയറി ഒരുമാതിരി ബൈക്കൊക്കെ ഓടിച്ച് നടക്കുന്ന ആളാണെങ്കിൽ നമുക്ക് കയറിയിരിക്കുമ്പോഴേ ഹാൻഡിലേ കയറി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഹാൻഡിൽ ബെൻഡും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഇച്ചിരി ഓടിക്കുമ്പോഴേ വണ്ടിക്ക് ഒരു സൈഡിലോട്ടൊരു പോക്കോ അല്ലെങ്കിൽ നമ്മുടെ കൈ നിവർന്നല്ലാതെ ഇരിക്കുന്ന ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ബെൻഡായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ചേസിന് എന്തെങ്കിലും കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വണ്ടി സൈഡിലോട്ട് പോകുന്നു അങ്ങനെയൊക്കെ തോന്നുന്നു. ഇപ്പോൾ നമ്മളിനിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയാണ്. ബാറ്ററി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ താക്കോലൊന്ന് ഓണാക്കുക. അപ്പോഴത്തേന് മീറ്ററും കാര്യങ്ങളൊക്കെ ഒരു മടുപ്പില്ലാതെ തെളിഞ്ഞ് വരുവാണെങ്കിൽ ബാറ്ററി ചാർജൊക്കെ ഉണ്ടെന്നാണ്. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടർ ഒന്ന് അടിച്ച് നോക്കുക. വലിയ പമ്മലും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റാർട്ടാകുന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് വലിയ മെനക്കേടില്ലെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബാറ്ററിയുടെ ആരോഗ്യം നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു പൊടിക്രിയ അങ്ങനെയൊന്നും പറയുന്നില്ല, ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഓണൊന്ന് അടിച്ച് നോക്കുക. പമ്മൊന്നുണ്ടെങ്കിൽ ഒന്നടിക്കുക, അത് കഴിഞ്ഞ് ഒന്നുകൂടെ അടിക്കുക, എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേന് പമ്മലോ കാര്യങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ ബാറ്ററിയുടെ പണി തീർന്നു, അല്ലെങ്കിൽ ബാറ്ററിക്ക് ചാർജ് ഇല്ല. അങ്ങനെ നമുക്ക് ബാറ്ററി നല്ലതാണോ പന്നയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ നോക്കണം. അത് നമ്മൾ വണ്ടി താക്കോൽ ഓണാക്കി ഇൻഡിക്കേറ്ററൊക്കെ രണ്ട് സൈഡിലോട്ടിട്ട് നോക്കുക. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, പോയി നോക്കിയാൽ മതി രണ്ടും കത്തുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണാക്കിയിട്ട് ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കി നോക്കുക. അപ്പോൾ അതൊക്കെ ക്ലിയർ ആണെന്നപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കാണ്. അത് നമ്മൾ താക്കോൽ ഊരിയിട്ട് ടാങ്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് സൈഡിൽ കൂടെയും അകത്തൂടെയും നോക്കിയാൽ മതി. അപ്പം തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ FC-ക്ക് ഏറ്റവും മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ് മിസ്സിങ് എന്ന് പറയുന്നത്. അപ്പം എത്ര പണിതാലും അത് മാറുകയില്ല, അത് ചറപറ വന്നുകൊണ്ടിരിക്കും. അത് ഈ ടാങ്കിനകത്ത് തുരുമ്പുള്ള കാരണം അത് നമ്മുടെ കാർബറേറ്ററിലോട്ട് ഇറങ്ങുന്നു, അങ്ങനെയാണ് മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ടാങ്കിനകത്ത് തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്ക് മിസ്സിങ് ഒക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം ചെയിനും സോക്കറ്റുമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മുടെ ഇവത്തെ നോക്കി തന്നെ നമുക്ക് അതിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ ടീത്തിൻ്റെ അറ്റം ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്നതാണെങ്കിൽ അധിക കാലം ഓടാനുള്ളതൊന്നും ഇല്ല, തീർന്നെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ അവിടെ വന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ ടീത്തിൻ്റെ വലിപ്പം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാകും ചെയിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ. ചെയിൻ കട്ട് ചെയ്തൊക്കെ ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ വണ്ടി ഒരുപാട് ഓടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അലോയ് വീലാണ്. അതപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ടയർ മാറാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഒരു ചെറിയ ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ അറ്റം വളഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ വളഞ്ഞിരിക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് അറിയത്തില്ലായിരിക്കാം, കാരണം ആ പുള്ളി നമ്മളോടൊന്നും പറയത്തില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ വണ്ടിക്ക് വല്ല ആക്സിഡൻറ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ ചെല്ലുന്ന ആ വണ്ടിയുടെ അപ്പോഴത്തെ ഓണറിനോട് നിങ്ങൾ ചോദിക്കുക, വണ്ടി എവിടെ സർവീസ് ചെയ്തത്, വണ്ടിയുടെ മേജറായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ ബാറ്ററി ആട്ടെ വണ്ടിയുടെ ഹെഡ് ആട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിച്ച് മേടിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ചെന്നിട്ടൊരുമാതിരി നാണം കുണുങ്ങി നിൽക്കരുത്. വണ്ടിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയുക, കാരണം നിങ്ങളുടെ പൈസയാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കാരണം എന്ന് വെച്ചാൽ വണ്ടി എത്രാമത്തെ ഓണറാണെന്ന് നിങ്ങൾ ചോദിക്കുക. നമ്മുടെ MIDയുടെ സൈറ്റിലൊക്കെ കയറി നോക്കുകയാണെങ്കിലും വണ്ടിയുടെ ഓണറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, പുള്ളി പറയും ഫസ്റ്റ് ഓണറാണ്, ഞാനിപ്പോൾ നിങ്ങൾക്കാണ് വണ്ടി മറിക്കാൻ പോകുന്നത്. അങ്ങനെ പുള്ളി സേഫായി കുറേ കാര്യങ്ങളും അറിയും. നമ്മളത് കേട്ടിട്ട് ചുമ്മാ എന്ന് വണ്ടി എടുത്ത് പോരരുത്, നമുക്ക് പണി കിട്ടും. അതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരനെ വണ്ടി എടുത്തു, അവന് നല്ല 6 പണിയാണ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ആ പുള്ളി പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അതിശയിച്ച് പോയി. ഇത്രയും നല്ല വണ്ടി, പുത്തൻ വണ്ടി, എങ്ങനെയൊക്കെ തോന്നി. പുള്ളി ഒരു വണ്ടിക്കൊരു പോറൽ പോലും വണ്ടിക്കൊരു കുറ്റം പോലും പറയുന്നില്ല. ആട്ട് പുള്ളി പറയും നല്ല വണ്ടിയാണ്, പൊളി വണ്ടിയാണ്, സെറ്റ് വണ്ടിയാണ്, അങ്ങനെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നതിനകത്ത് ഞങ്ങൾ വീണ് പോകുന്ന പോലെ അങ്ങനത്തെ ഒരു വർത്തമാനമായിരുന്നു. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നു, എൻ്റെ ഫ്രണ്ടാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നു. അവനെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ഓടിയില്ല, ഒരു 3 ദിവസം ഓടിയെന്ന് തോന്നുന്നു. 3 ദിവസം ഓടണ്ട, അവൻ പകുതി വഴി ആയപ്പോഴത്തേനും വണ്ടിക്ക് ഭയങ്കര സ്ലോയ്, വണ്ടി എന്താ പറയുക കയറ്റം കയറുന്നില്ല, അങ്ങനെ കുറേ മടുപ്പ് വണ്ടി കാണിക്കുന്നു. നേരെ ഇവിടെ അടുത്തൊരു സർവീസ് അവിടെ ഒരു സ്ഥലത്തുകൊണ്ട് കാണിച്ച പുള്ളി പറഞ്ഞ്
അതിൻ്റെ എൻജിൻ കംപ്ലീറ്റ് തീർന്ന, വെള്ളം കയറി തീർന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഞങ്ങൾ വണ്ടിക്ക് നല്ല പണി, എൻജിൻ പണിയാണ് വന്നത്, പിസ്റ്റൻ മാറണം, അങ്ങനെ ഒരുപാട് പണിയാണ് വണ്ടിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാകരുത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പുള്ളിയുടെ മാക്സിമം ചോദിച്ചറിയുക. വണ്ടി തുറന്നു നോക്കാനൊന്നും പറ്റത്തില്ല, എങ്കിലും എന്തെങ്കിലും മാറിയിട്ടുണ്ടെന്നൊക്കെ പറയണേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബില്ലോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മേടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പം മിസ്റ്റേക്ക് പറ്റരുത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ OLX ആണെങ്കിലും അല്ലെ OLX തന്നെ എടുക്കാം. നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി കാണുന്നു, നമ്മൾ മെസ്സേജ് അയക്കുന്നു, പുള്ളിയുടെ നമ്പർ തരുന്നു, പുള്ളിക്ക് പിന്നെ നമ്മൾ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയക്കുക, പുള്ളി വണ്ടിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരുന്നു. എന്നിട്ട് നമ്മളോട് പുള്ളി പറയുകയാണ് ഒരു ആൾ കാണാൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ചെല്ലുക അല്ലെങ്കിൽ നാളെ ചെല്ലുക എന്ന് പറയുന്നു. പുള്ളി പറഞ്ഞു നിങ്ങളൊരു ഇച്ചിരി നേരത്തെ വാ, അല്ലെങ്കിൽ വണ്ടി സെയിലായപ്പോൾ ഒരാൾ വന്നു, അല്ലെങ്കിൽ 2 ആൾ വന്നു, 3 ആൾ വന്നു, വെയിറ്റിംഗ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളോട് പുള്ളി ഒരു ചെറിയൊരു ഐഡിയ ഇറക്കും. എന്താണെന്ന് വെച്ചാൽ, ഒരു 5000 രൂപ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടുക, ഞാൻ വണ്ടി ഹോൾഡ് ചെയ്ത് വെക്കാം, എന്നിട്ട് നിങ്ങൾ വരുമ്പോൾ വണ്ടി സെയിലാക്കി തന്നേക്കാമെന്ന് പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അത് മഹാ ഉടായ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിക്കും, എന്നിട്ട് പുള്ളി എന്താ പറയുക, അങ്ങനെ ഒരു വണ്ടിയെ കാണുകയില്ല, നമ്മളെ കയ്യിൽ പൈസ പോകും. പിന്നെ നമ്മൾ വിളിച്ചാലോ എന്താ പറയുക, മെസ്സേജ് അയച്ചാലോ റിപ്ലൈ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. നമ്മുടെ കയ്യിലെ പൈസ ആ 5000 രൂപ ഗോപി എന്ന് കരുതി വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു കുഴിക്കകത്തൊന്നും പോയി വീടരുത്. പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്നത് കേട്ടറിഞ്ഞൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചാൽ നമ്മൾ കൂട്ടുകാർ വഴി അങ്ങനെയൊക്കെ അറിയുന്നെങ്കിലും, പരമാവധി വണ്ടി നേരിട്ട് കണ്ടിട്ട് ക്യാഷ് അല്ലെ വണ്ടിയുടെ ഓണറായിട്ട് നേരിട്ട് പൈസ കാര്യങ്ങൾ ഇടപാടൊക്കെ തീർക്കുക. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഓണറെ കണ്ടുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഓണറെ കാണാതുള്ള പൈസയുടെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അത് വണ്ടി കണ്ട് ഓണറെ കണ്ട് സെറ്റാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വണ്ടിയുടെ ക്യാഷ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങൾ അങ്ങനത്തെ ഒരു കുഴിയിൽ പോയി വീഴരുത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ അവിടെ പോയി വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, വണ്ടി വാങ്ങിക്കാൻ തീരുമാനിച്ചു, നേരെ വണ്ടി എടുത്തുകൊണ്ടെങ്കിൽ പോരരുത്. വണ്ടിയുടെ എഗ്രിമെൻറ്റ് പേപ്പർ എഴുതുക, അത് ഒരെണ്ണം പുള്ളിയുടെ ഒരെണ്ണം നിങ്ങളുടെ കൺഫേം ആയിട്ട് മേടിച്ച് വെക്കുക, അല്ലെങ്കിൽ അതിൽ പിന്നെ നമുക്ക് പണി വരാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് പുള്ളിയോട് പറഞ്ഞ് എഴുതി മേടിച്ചുകൊണ്ട് വേണം നിങ്ങൾ വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. See you soon in the next video. Bye bye. പുറകിലെ നമ്മുടെ മോണോഷോ സെറ്റ്. അപ്പം നമുക്ക് പുറകിലെ നോക്കാം. ഓണം അടിച്ചു നോക്കുക. എന്താടാ ഓണടിക്കാത്ത?